മറയൂർ എസ് ഐ മാഹിം സലീം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. മമ്മൂട്ടിയുടെ ഒരു ചിത്രം, അതിനകത്ത് ഒരു കേസ് തെളിയിക്കുന്ന രംഗമാണ്. മമ്മൂട്ടിയുടെ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തൊരു ചിത്രമാണ്. അതിൽ ഒരാളെ കൊണ്ടുവന്നിട്ട് അയാളുടെ ചെകിട്ടത്ത് മാറി മാറി അടിക്കുമ്പം അയാൾ സത്യം പറയുന്ന രീതിയിൽ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ട്. മാഹിം സലീം പറയുന്നത് തല്ലുന്ന റിയലായിട്ടും ചെയ്തെങ്കിൽ മാത്രമേ കേസ് തെളിയൂ എന്നുള്ള ഒരു മെസ്സേജ്, റോങ് മെസ്സേജാണ് മാഹിം സലീം കൊടുക്കുന്നത്. കുറ്റം ചെയ്യുന്നവരെ തല്ലുന്നത് ഒരു അവകാശമാണ് എന്നുള്ള രീതിയിൽ ഒരു ദ്വയാർത്ഥ പ്രയോഗത്തിലാണ് മറയൂർ എസ് ഐയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതേപ്പറ്റി വളരെയധികം ചർച്ചകൾ ഇപ്പം നടക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ട്. ഇയാളെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണം. ഇയാളെ ആംഡ് പോലീസിലൂടെയെങ്കിലും വീണ്ടും ട്രെയിനിങ് അയക്കണം. ഇയാൾക്ക് യാതൊരു ട്രെയിനിങ് ലഭിക്കാത്ത ഒരു മനുഷ്യനാണ്. കാരണം പോലീസ് എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. പോലീസിൻ്റെ ജോലി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഇയാൾക്ക് ആരാണ് ബേസിക് ട്രെയിനിങ് കൊടുത്തത്? എവിടെയാണ് ഇയാളെ ആ സബ് ഇൻസ്പെക്ടർ, ഇയാൾ പ്രായമുള്ള ആളാണോ, പ്രൊമോട്ട് ചെയ്ത് വന്ന ആളാണോ, അതോ ഡയറക്റ്റ് സെലക്ഷനുള്ള ആളാണെന്ന് അറിയില്ല. ആരായാലും ശരി, അവർക്ക് ബേസിക് ട്രെയിനിങ് ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഇയാൾക്ക് ലോ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ലോ ക്ലാസ്സുകളൊന്നും ഇയാൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഇന്ത്യയുടെ ഭരണഘടനയെ പറ്റി യാതൊരു വിവരവും ഇല്ല. പോലീസിൻ്റെ ധർമ്മം എന്താണ്, ഡ്യൂട്ടി എന്താണെന്ന് ഇയാൾ മനസ്സിലാക്കിയിട്ടില്ല. പോലീസ് ആൾക്കാരെ തല്ലിച്ചതച്ചാണ് കേസ് തെളിയിക്കുന്നതെന്ന ഒരു റോങ് മെസ്സേജാണ് ഇതിൽ നിന്ന് മാഹിം സലീം കൊടുക്കുന്നത്. അടിയന്തരമായിട്ട് അവിടുത്തെ SP ഇയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം. ഇത് പോലീസിന് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മെസ്സേജാണ്. അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അതുപോലെ ഒരു ഫേസ്ബുക്ക് വയ്ക്കാൻ പാടില്ല. അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ കളിയാക്കിക്കൊണ്ടോ ഏത് രീതിയിലായാലും ശരി, മമ്മൂട്ടിയുടെ ആ ചിത്രം ഇട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു സബ് ഇൻസ്പെക്ടറാണെന്ന് വിചാരിച്ചോണം. ഇയാളെ അടിയന്തരമായിട്ട് സസ്പെൻഡ് ചെയ്യണം. ഇയാളെ വീണ്ടും ട്രെയിനിങ് അയക്കണം. ഇയാൾക്ക് എവിടെയാണ്, എന്താണ് തകരാറ്, ഇയാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് കൂടെ നോക്കേണ്ടി വരും. ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സംവിധാനത്തിന് എതിരായി മറിച്ച് ചിന്തിക്കാനും അവിടെയുള്ള പോലീസ് ഓഫീസേഴ്സിനെയൊക്കെ മറിച്ച് ചിന്തിക്കാനും പ്രേരണ കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടതെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം അത് അടിയന്തരമായിട്ട് ഗവൺമെൻറ് ശ്രദ്ധയും ആഭ്യന്തര വകുപ്പിൻ്റെ ശ്രദ്ധ പതിയണം. അവിടുത്തെ കൺസേൺഡ് DGPയുടെ ശ്രദ്ധ പറയണം. കൺസേൺഡ് ആയിട്ടുള്ള SP ഇയാളെ അടിയന്തരമായി ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാറ്റി മറ്റൊരു എവിടെയെങ്കിലും SP കീഴിലോ മറ്റുള്ള ആംഡ് പോലീസിലേക്ക് മാറ്റുക. അത് കഴിയുന്നില്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഏതെങ്കിലും മറ്റ് യൂണിറ്റിൽ പൊതുജനങ്ങളുമായിട്ട് അടിയന്തരമായിട്ട് ഇടപെടാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു പോസ്റ്റിംഗ് മാറ്റിക്കഴിഞ്ഞിട്ട് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ടി വരും. എവിടെയാണ് ഇങ്ങേർക്ക് ഈ പാളിച്ച സംഭവിച്ചത്? പോലീസ് ഒരിക്കലും ദേഹത്ത് കൈവച്ച് ചോദ്യം ചെയ്യാനോ ഒരാളെ അടിച്ചൊതുക്കാനോ അതിന് നിയമത്തിലെങ്ങും പറയുന്നില്ല. ഒരു കമ്മ്യൂണൽ റൈറ്റോ അതുപോലെയുള്ള റൈറ്റ് ഉണ്ടായാൽ അത് അടിച്ചമർത്താനായിട്ട് പോലീസിന് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വരുന്നവരെ ഈ രീതിയിലാണ് കേസ് തെളിയിക്കുന്നത് എന്നൊരു റോങ് മെസ്സേജ് ഈ മാഹിം സലീമിൻ്റെ ഈ പോസ്റ്റിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നു. അതെന്തായാലും പോലീസിന് നല്ലതല്ല. സാമൂഹികമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒരു മോശം മെസ്സേജ് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഈ രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് തെളിയിക്കാൻ കഴിയുള്ളൂ എന്ന ഗവൺമെൻറ് നയമാണോ എന്നൊക്കെ ചിലപ്പം ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി. കാരണം ഇതുപോലെയുള്ള ആൾക്കാരെ ലോക്കൽ പോസ്റ്റിംഗ് കൊടുക്കാൻ പാടില്ല. പൊതുജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അവരോട് മാന്യമായിട്ട് പെരുമാറാനും സഭ്യമായ ഭാഷ ഉപയോഗിക്കാനും അവരുടെ ദേഹത്ത് തൊടാതെ കാര്യങ്ങൾ അന്വേഷിക്കാനും അന്വേഷിച്ചിലെ പ്രതികളെ കണ്ടെത്താനും ഉള്ള പരിശീലനം, സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും ഒക്കെ ഇൻ്റലക്ച്വലായിട്ട് ക്വസ്റ്റ്യനിങ് ഒക്കെ പോലീസ് ട്രെയിനിങ് കോളേജിൽ ഇവർക്കൊക്കെ പഠിപ്പിച്ചാണ് വിടുന്നത്. അതിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നവരെ ആ പോസ്റ്റിൽ ഇരുത്താൻ കൊള്ളില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അടിയന്തരമായിട്ട് അവിടുത്തെ SP ഇയാളെ അവിടുന്ന് മാറ്റുകയും ഇയാൾക്കെതിരായിട്ട് ഒരു കുറ്റാരോപണ മെമ്മോ കൊടുക്കുകയും ഇയാൾക്ക് എവിടെയാണ് ഇങ്ങനെ ഒരു ചിന്ത വന്നത്, അത് ഏത് രീതിയിൽ ഒരു സിനിമയുടെ ഷോട്ട് ഇട്ടാലും ശരി അതിൽ നിന്ന് വരുന്ന മെസ്സേജ്, പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് കൃത്യമാണ്. ഇയാളൊരു സാധാരണക്കാരനല്ല. ഇയാളൊരു പോലീസ് സ്റ്റേഷൻ മറയൂർ, പ്രത്യേകിച്ച് അവിടെ ചന്ദനക്കടത്തിൻ്റെ ഒരു കേന്ദ്രമുള്ള സ്ഥലമാണ് മറയൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റ്. ഇടുക്കിയിലുള്ള ആ സ്ഥലത്ത് ഇത്തരം കവറ്റബിളായ ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തി ഈ രീതിയിലുള്ള ഒരു പൊതുജനങ്ങളെ തെറ്റായ രീതിയിൽ സഞ്ചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ലഭിക്കത്തക്ക രീതിയിൽ ഇട്ടത് ഒരിക്കലും ശരിയായില്ല. അത് നിയമവിരുദ്ധമാണ്. അത് പോലീസിൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമാണ്. പോലീസ് കൊടുക്കുന്ന മെസ്സേജ് അങ്ങനെയല്ല. അതുകൊണ്ട് അയാൾക്ക് അടിസ്ഥാനപരമായിട്ട് ഒരു ബേസിക് ട്രെയിനിങ് അയാൾക്ക് തിയറി ക്ലാസ്സിലും കൊടുക്കണം, അതുപോലെ ഫിസിക്കൽ ട്രെയിനിങ്ങും കൊടുക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ അയാൾ ഈ രംഗത്തിന് പോലീസിൽ വന്നിരുന്ന്
കൃത്യം നിർവഹിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ധാരാളം പേര് ഈ രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. അടിസ്ഥാനപരമായിട്ട് അവർക്ക് ബേസിക്കായിട്ട് നിയമപരിജ്ഞാനം ഇല്ല എന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഒരാളെ ചോദ്യം ചെയ്യാൻ, ഒരു കള്ളനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ഏത് വിധത്തിലാണ് ചോദ്യം ചെയ്യേണ്ടതെന്നും അയാളെ ക്വസ്റ്റ്യൻ ചെയ്ത് അയാളുടെ മനസ്സിലിരിക്കുന്നതെല്ലാം വെളിയിലെടുക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് എല്ലാ പോലീസും ചെയ്തത്. അതിൻ്റെതായ ചില സാങ്കേതികമായ ചില പരിജ്ഞാനം ഇവർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇത് പിൻവലിക്കുകയും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിനെതിരെ അതിശക്തമായ ഡിപ്പാർട്ട്മെൻറ്റ് നടപടി എത്രയും പെട്ടെന്ന് എടുക്കുകയും ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.